ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ വേൾഡ് കപ്പിൽ മെസ്സി 2 പെനാൽറ്റികൾ പാഴാക്കിയിരുന്നു. വേൾഡ് കപ്പിലെ മെസ്സിയുടെ പെനാൽറ്റി കണക്കുകൾ ഒട്ടും ആശാവഹമല്ല. 50% മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സക്സസ് റേറ്റ് വരുന്നത്. അതായത് 8 പെനാൽറ്റികൾ ആകെ വേൾഡ് കപ്പിൽ എടുത്തു. അതിൽ 4 മാത്രമാണ് മെസ്സി ഗോളാക്കി മാറ്റിയിട്ടുള്ളത്. ഏതായാലും നാളെ ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ ജോർദാൻ പിക്ഫോർഡ് എന്ന ഗോൾ കീപ്പറെയാണ് മെസ്സിക്ക് നേരിടേണ്ടി വരുന്നത്. ഇതേക്കുറിച്ച് പിക്ഫോർഡിനോട് തന്നെ ചോദിച്ചിരുന്നു. അതായത് നാളെ ഒരു പെനാൽറ്റി മെസ്സിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ മെസ്സിക്ക് പിഴക്കാൻ സാധ്യതയുണ്ടോ? ഈ പെനാൽറ്റികൾ പാഴാക്കിയത് അദ്ദേഹത്തെ ബാധിക്കുമോ എന്നായിരുന്നു ചോദ്യം. ആദ്യം നമ്മൾ ആ ചോദ്യം പരിശോധിക്കുകയാണ്. ഈ വേൾഡ് കപ്പിൽ മെസ്സി 2 പെനാൽറ്റി കിക്കുകൾ പാഴാക്കി. മെസ്സിയുടെ പെനാൽറ്റി റെക്കോർഡുകൾ ഇപ്പോൾ അത്ര മികച്ചതല്ല. നിങ്ങൾക്ക് എതിരെ മെസ്സിക്ക് ഒരു പെനാൽറ്റി ലഭിച്ചു കഴിഞ്ഞാൽ ഈ പെനാൽറ്റി പാഴാക്കിയ കണക്കുകൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ എത്രത്തോളം ബാധിക്കും? ഇതാണ് ഇംഗ്ലീഷ് ഗോൾ കീപ്പറായ ജോർദാൻ പിക്ഫോർഡിനോട് ചോദിക്കപ്പെട്ടത്. അതിനുള്ള ഒരു മറുപടി പിക്ഫോർഡ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: കരിയറിൽ ആകെ മെസ്സി എത്രത്തോളം പെനാൽറ്റികൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഒരുപാട് പെനാൽറ്റികൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. പെനാൽറ്റി ഗോളാക്കുന്ന കാര്യത്തിൽ 100% സക്സസ് ആയ ഒരു താരം ഉണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല. ഇത്തരം കണക്കുകൾ ഒന്നും തന്നെ മെസ്സിയെപ്പോലെയുള്ള ഒരു താരത്തെ ബാധിക്കില്ല. അദ്ദേഹം സാധാരണ പോലെ തന്നെ തൻ്റെ ജോലി തുടരും. ഞങ്ങൾ തമ്മിൽ ഒരു പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്ലാൻ പോലെ ഡൈവ് ചെയ്യുകയും മെസ്സിയുടെ ഷോട്ട് തടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഇതാണ് ഇംഗ്ലീഷ് ഗോൾ കീപ്പർ പറഞ്ഞിട്ടുള്ളത്. അതായത് മുൻപ് പെനാൽറ്റി പാഴാക്കി എന്ന് കരുതി മെസ്സിക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഈ മത്സരത്തിൽ ഉണ്ടാവില്ല. സാധാരണ പോലെ തന്നെ അദ്ദേഹം തൻ്റെ ജോബ് തുടരും എന്നാണ് പിക്ഫോർഡ് പറഞ്ഞിട്ടുള്ളത്. മെസ്സിക്കെതിരെ ഒരു പെനാൽറ്റി സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് തടയാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമം താൻ നടത്തും. തനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട് എന്നാണ് ഈ ഇംഗ്ലീഷ് ഗോൾ കീപ്പർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കരിയറിൽ ആദ്യമായിക്കൊണ്ടാണ് മെസ്സി ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നത്. മെസ്സിക്ക് എത്രത്തോളം ഈ മത്സരത്തിൽ മികവ് പുലർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.